എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള ഫോറസ്റ്റ് റൈറ്റ് ആക്ട് യൂണിറ്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വിവിധ തസ്തികകളിലായി നിയമിക്കുന്നത്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമായി 5ഓളം തസ്തികകളിലെ ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികകളുമുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമായി 5 തസ്തികകളിലേക്ക് 1 വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. കോർഡിനേറ്റർ, അസോസിയേറ്റ് FRA, പ്രോഗ്രാം കോർഡിനേറ്റർ, IT എക്സ്പേർട്ട്, MIS അസിസ്റ്റന്റ് എന്നീ 5 തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. കോർഡിനേറ്റർ, അസോസിയേറ്റ് FRA എന്നീ 2 തസ്തികകൾ ജില്ലാ തലത്തിലേക്കാണ്. മറ്റ് 3 തസ്തികകൾ സംസ്ഥാന തലത്തിലേക്കും. ആദ്യം ജില്ലാതലത്തിലേക്കുള്ള തസ്തികകൾ നോക്കാം. കോർഡിനേറ്റർ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 35,000 രൂപയാണ്. 12 വേക്കൻസികളാണ് ഈ തസ്തികയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. മാസ്റ്റർ ഇൻ സോഷ്യൽ സയൻസ് ഓർ സോഷ്യൽ വർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ IT-ലോ ഉള്ള അടിസ്ഥാന അറിവ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിലോ ട്രൈബൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ ഉള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അടുത്തത് അസോസിയേറ്റ് FRA ആണ്. ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 25,000 രൂപയാണ്. 12 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. BSc or BA in Statistics or Mathematics or Economics or Social Science, കൂടാതെ മിനിമം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെന്റിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35 വയസ്സ് വരെ തന്നെയാണ്. ഇനി സംസ്ഥാന തലത്തിലേക്കുള്ള തസ്തികകൾ നോക്കാം. പ്രോഗ്രാം കോർഡിനേറ്റർ, IT എക്സ്പേർട്ട്, MIS അസിസ്റ്റന്റ് എന്നീ 3 തസ്തികകളിലേക്കാണ് സംസ്ഥാന തലത്തിൽ നിയമനം നടത്തുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 1 ലക്ഷം രൂപയാണ്. ഈ തസ്തികയ്ക്ക് 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള യോഗ്യത മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി ഓർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഓർ എനി സോഷ്യൽ സ്ട്രീംസ്. അതുപോലെ തന്നെ IT-ലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഉള്ള അടിസ്ഥാന അറിവും ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ സൂപ്പർവൈസറി പൊസിഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സെക്ടറിലോ ട്രൈബൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സ് വരെയാണ്. അടുത്തത് IT എക്സ്പേർട്ട് തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 75,000 രൂപയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. MSc or MA in Statistics or Mathematics or Economics or BE or ME in Computer Engineering, കൂടാതെ മിനിമം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെന്റിലുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സ് വരെയാണ്. അടുത്തത് MIS അസിസ്റ്റന്റ് തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത BSc or BA in Statistics or Mathematics or Economics, കൂടാതെ മിനിമം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെന്റിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 25 വൈകിട്ട് 5 മണി വരെയാണ്. നിശ്ചിത യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ trdm.rec@gmail.com എന്ന വിലാസത്തിലേക്ക് ബയോഡാറ്റ ഇമെയിൽ ചെയ്യേണ്ടതാണ്. ഇമെയിൽ വിലാസം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികകളുടെ എല്ലാം നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ 2025 ജൂലൈ 25 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക.